കേരളത്തിന്റെ പരമ്പരാഗത ഭക്ഷണ സംസ്കാരത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളിലൊന്നാണ് പച്ചടി. പ്രത്യേകിച്ച് ഓണസദ്യയിലും ഉത്സവസദ്യകളിലും ഇത് അനിവാര്യമാണ്. പുളിയും നേരിയ എരിവും ഒത്തുചേർന്നൊരു അപൂർവ രുചിയാണ് പച്ചടിയുടെ പ്രത്യേകത. സാധാരണയായി വെള്ളരി, മാങ്ങ, പൈനാപ്പിൾ പോലുള്ള പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിച്ച് തൈരും തേങ്ങയും ചേർത്താണ് പച്ചടി തയ്യാറാക്കുന്നത്. നമുക്കൊരു ഉള്ളി പച്ചടി തയ്യാറാക്കുന്നത് കണ്ടാലോ? വരൂ, നമുക്കിന്നൊരു പച്ചടി ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു 20 ചെറിയ ഉള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് വലുപ്പത്തിൽ 2 കഷ്ണമാണ് എടുത്തിരിക്കുന്നത്, 3 പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ തൈര്, ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ അത് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള കടുക്, ചുവന്നുള്ളി, 1 കഷ്ണം ഉള്ളി, കാക്കപ്പ് അരച്ച് ചേർക്കാനായിട്ട് കാക്കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കടുക്, 2-3 കറിവേപ്പിൻ്റെ ഇല. അത് അരച്ച് ചേർക്കാൻ മാത്രമാണ്. അപ്പം നമുക്ക് ഉള്ളി ആദ്യമായിട്ട് അരിയാം. ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിയണം. ഉള്ളി ഞാൻ അരിയാം. അതുപോലെ ഇഞ്ചി കൊത്തി അരിയണം. കനം കുറച്ച് കൊത്തി അരിയണം. അതുപോലെ പച്ചമുളകും കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ആദ്യമേ 1 പച്ചമുളക് അരിഞ്ഞു കഴിഞ്ഞിട്ടാ ക്യാമറ ഓണായില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ 2 പച്ചമുളക് മാത്രം കാണുന്നത്. ഇനി ബാക്കി ഉള്ളി ഞാൻ അരിഞ്ഞിട്ട് കാണിച്ചു തരാമേ. നമുക്ക് ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം കൂടെ ഒരു മൺചട്ടിയിലേക്ക് ചേർക്കാം. അതിലേക്ക് 1 തണ്ട് കരിവേപ്പില ഇടാം. പിന്നെ അതിലേക്ക് ഉപ്പ്, ഇത് കല്ലുപ്പാണേ, ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ടിടാം നമുക്ക് വീണ്ടും. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഈ അരിഞ്ഞു വെച്ച കൂട്ടിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നല്ലപോലെ കൈകൊണ്ട് ഞെരടണം. നന്നായിട്ട് ഓരോ ഉള്ളിയുടെ എതിളും അടന്ന് വരുന്നത് പോലെ അത് ഞെരടിയെടുക്കണം. നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഈ തൈര് എടുത്തിരിക്കുന്ന ഒരു 1/4 ലിറ്റർ തൈരുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
കൈ കഴുകി എടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി ഇതിരിക്കട്ടെ. ഇത് നമ്മൾ അരച്ചു വെച്ചത് തേങ്ങയും ജീരകവും കറിവേപ്പിലയും കടുക് നല്ലപോലെ അങ്ങ് അരയണ്ട, ഒരുവിധം ഒന്ന് അരച്ച് ഇങ്ങനെ എടുത്താൽ മതി. ഇതാ ഈ പരുവത്തിൽ അരച്ചെടുക്കുക. പരിപ്പ് കറിയെക്കാട്ടിൽ പരിപ്പ് തന്നെ അരയ്ക്കുന്ന അരവിനെക്കാട്ടിൽ കുറച്ച് കൂടുതൽ അരയ്ക്കണം, നന്നായി അരയണ്ട. എടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി ഇതിരിക്കട്ടെ. ഇത് നമ്മൾ അരച്ചു വെച്ചത് ജീരകവും കറിവേപ്പിലയും കടുക് നല്ലപോലെ അങ്ങ് അരയണ്ട, ഒരുവിധം ഒന്ന് അരച്ച് ഇങ്ങനെ എടുത്താൽ മതി. ഇതാ ഈ പരുവത്തിൽ അരച്ചെടുക്കുക. പരിപ്പ് കറിയെക്കാട്ടിൽ പരിപ്പ് തന്നെ അരയ്ക്കുന്ന അരവിനെക്കാട്ടിൽ കുറച്ച് കൂടുതൽ അരയ്ക്കണം, നന്നായി അരയണ്ട. വറുത്തിടാം, കടുക് താളിച്ച് ചേർക്കാം. നമുക്കിനി വറുത്തിടാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി. അതിനുശേഷം ഉള്ളി നമുക്ക് അരിഞ്ഞത് ഇടാം. ഇടാം. മുളക്, കടുക്, കുറച്ച് കടുക് പൊട്ടട്ടെ. തീ കുറച്ച് വയ്ക്കാം. ഓക്കെ, മുളക് ഇങ്ങനെ എടുക്കാം. മുളക് മൂത്ത് പോകും, കടുക് കൂട്ടാൻ താമസിക്കും. ഇതിലേക്ക് കരിവേപ്പില ഇട്ടിട്ട് ഈ അരച്ച് വെച്ച മാവ് തീ ഓഫ് ചെയ്തു. ഇതിനകത്തൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഈ പച്ചടിക്കകത്തേക്ക് ഒഴിക്കാം.
പഴയ കാലത്തെ അമ്മച്ചിമാരുണ്ടാക്കിയ ഒരു പച്ചടി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എങ്ങനെയുണ്ടെന്ന് പറയണം. എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.